പിതാവും അമ്മയുടെ ബന്ധുക്കളും തമ്മിലുണ്ടായ വിവാദങ്ങൾക്കിടെ അന്ത്യകർമ്മങ്ങൾക്കായി 1.5 വയസ്സുകാരി മോർച്ചറിയിൽ കിടന്നത് ദിവസങ്ങളോളമാണ്. വൈഭവിയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 9 ദിവസത്തോളം ദുബായിലെ മോർച്ചറിയിൽ കിടക്കേണ്ടി വന്നു. സംസ്കാരം എവിടെ നടക്കുമെന്ന കാര്യത്തിൽ അച്ഛനും അമ്മയുടെ കുടുംബവും തമ്മിൽ ഉടലെടുത്ത തർക്കം മൂലമാണ് ഇതെല്ലാം ഒരവസാനത്തിൽ എത്തിയത്. സംസ്കാരം എവിടെ നടക്കുമെന്ന കാര്യത്തിൽ അച്ഛനും അമ്മയുടെ കുടുംബവും തമ്മിൽ ഉടലെടുത്ത തർക്കം മൂലമാണ് ഇതെല്ലാം ഒരവസാനത്തിൽ എത്തിയത് കേരള ഹൈക്കോടതിയുടെ ഇടപെടലോടെയാണ്. വൈഭവിയുടെ സംസ്കാരം ദുബായിലേക്കും അമ്മ വിഭജികയുടെ സംസ്കാരം കേരളത്തിൽ നിന്നും ഇരുകൂട്ടരും സമ്മതിച്ചപ്പോൾ നീതിയുടെ വഴിയും കുഞ്ഞിന്റെ ശാന്തിയുടെ വഴിയും തുറക്കുകയായിരുന്നു. ദുബായ് ജബൽ അലി ശ്മശാനത്തിൽ UAE സമയം വൈകിട്ട് 4 മണിക്ക് വൈഭവിയുടെ സംസ്കാരം നടന്നു. അതായത് ഇന്ത്യൻ സമയം 5:30. കുഞ്ഞിന്റെ മൃതദേഹം കണ്ട് അച്ഛൻ നിതീഷ് പൊട്ടിക്കരഞ്ഞു. വിഭജികയുടെ സഹോദരൻ വിനോദ് മറ്റു ബന്ധുക്കളും അവസാനം കുട്ടിയെ കാണുവാനായി എത്തിയിരുന്നു. വൈഭവിക്ക് വിട പറഞ്ഞുവെങ്കിലും വിഭജികയുടെ മൃതദേഹം ഇനിയും UAE-യിലാണ്. ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാൻ ഫോറൻസിക് വിഭാഗത്തിന്റെ അന്തിമാനുമതി ഇപ്പോഴും ലഭിച്ചിട്ടില്ല. UAE-യിൽ വാരാന്ത്യ അവധികൾ നിലനിൽക്കുന്നതിനാൽ തിങ്കളാഴ്ചയോടെ മാത്രമേ കൃത്യമായ നടപടികൾ നടക്കുകയുള്ളൂ. കേരള ഹൈക്കോടതി നൽകിയ ഉത്തരവനുസരിച്ച് വിഭജികയുടെ മൃതദേഹം മകളുടെ വിയോഗം സഹിച്ച അമ്മയ്ക്ക് കൈമാറണം. വൈഭവിയുടെ സംസ്കാരം പിതാവ് ഏറ്റെടുത്ത് ദുബായിൽ നടത്തണം. ഈ ധാരണയെ അടിസ്ഥാനമാക്കി ജസ്റ്റിസ് N നഗരേഷ് മാതൃ സഹോദരി S ഷീല നൽകിയ ഹർജി തീർപ്പാക്കി. വിഭജികയും വൈഭവിയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിൽ ഇനിയും തീർന്നിട്ടില്ലാത്ത ദുരൂഹതകൾ ഏറെയാണ്. ഇതിനാൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാവശ്യപ്പെട്ട് അവർ കോടതിയിൽ ഹർജിയും നൽകിയിരുന്നു. വൈഭവിക്കായുള്ള നീതി ഇവിടെ അവസാനിച്ചിട്ടില്ല. വിഭജികയുടെ മരണം വഴി യാഥാർത്ഥ്യങ്ങൾ ഇനിയും വെളിച്ചത്തു വരേണ്ടിയിരിക്കുന്നു. വിഭജികയുടെ മൃതദേഹം വൈകാതെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരും UAE കോൺസൽ ജനറലിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഉത്തരവിന്റെ പകർപ്പ് ഉടൻ കൈമാറുമെന്നും നിർദ്ദേശിച്ചു. യുവതിയുടെയും കുട്ടിയുടെയും മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും മൃതദേഹം തിരികെ എത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും ഷീല നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. വിഷയം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് കുടുംബങ്ങൾ ഒത്തുതീർപ്പിലേക്ക് എത്തിയത്. വിഭജിക ജീവനോടെ ഇരുന്നപ്പോൾ മാനസികമായും ശാരീരികമായും തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഭർത്താവ് നിതീഷിന്റെ കൂടെ നിൽക്കുന്ന വളരെ സന്തോഷം തോന്നിപ്പിക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. കല്യാണം കഴിഞ്ഞ നാൾ മുതൽ മെന്റൽ സ്ട്രെസ് കൊടുക്കുന്ന ഭർത്താവിന്റെ കൂടെ എങ്ങനെയാണ് ഇത്ര സന്തോഷവതിയായി പോസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നത്? നിർബന്ധിച്ചെടുത്ത ചിത്രങ്ങളാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ ചെയ്താൽ തന്നെ അവ സ്വന്തം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമോ? ഇതൊക്കെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. പിന്നെ നിതീഷ് പെൺവേഷം ധരിച്ച ചിത്രങ്ങൾ മുൻപൊരിക്കൽ ഓണം ആഘോഷവേളയിൽ എടുത്തവയാണ്. അതും വിഭജികയാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. മെന്റലി ഡിസ്കണക്ട് ആയ അൺഫോർഗറ്റബിൾ ആയ റിലേഷൻഷിപ്പ് ആയിരുന്നുവെങ്കിൽ അവർ എങ്ങനെ ഈ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുമോ? ചെയ്താലും നിതീഷ് അത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടില്ലേ? മേ ബി അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നിതീഷിന്റെ വീട്ടുകാരുമായും ഉണ്ടാകാം. ഒരു വോയിസ് കേട്ടതിൽ നിന്നും വീട്ടുകാരോട് വളരെയധികം അമർഷമുള്ളതുപോലെ തോന്നി. വിഭജിക പഠിപ്പും നല്ല ജോലിയും വിവരവുമുള്ള കുട്ടിയാണെന്ന് പ്രൊഫൈൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഈ പറഞ്ഞ പീഡനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോരാൻ വൈകിയായിരുന്നു. സ്വന്തം മരണം കൊണ്ട് ആരോടെങ്കിലുമൊക്കെ പക തീർത്തതുപോലെ എനിക്ക് തോന്നി. കൂടെ ഒരു കുഞ്ഞിന്റെ ജീവനും ഇല്ലാതാക്കി എന്നൊക്കെയുള്ള പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഉയരുന്നുണ്ട്. ചിലപ്പോൾ അവൾ ആഗ്രഹിച്ച ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളായിരിക്കാം ആ ഒരുമിച്ചുള്ള ചിത്രങ്ങളൊക്കെ തന്നെ. ഇനിയും അതുപോലുള്ള ചിത്രങ്ങൾ ഉണ്ടായില്ലെങ്കിലോ എന്ന് ഓർത്തുകൊണ്ട് ചിലപ്പോൾ അവൾക്ക് അതൊക്കെ ഒരു വല്ലപ്പോഴും കിട്ടുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് തന്നെ ഒരുപാടൊക്കെ ആഗ്രഹിച്ചെടുത്ത ആ ചിത്രങ്ങളായിരിക്കാം അവ. ഭർത്താവ് നിതീഷ് മോഹനുമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്ന വിഭജിക മകളോടൊപ്പം മറ്റൊരു ഫ്ളാറ്റിലായിരുന്നു താമസം. ഈ വിഭജികയുടെ കൂടെ രാത്രി താമസിക്കാനുള്ള വീട്ടുജോലിക്കാരി രാവിലെ വന്ന് ഏറെ നേരം വിളിച്ചിട്ടും ഫ്ളാറ്റിന്റെ വാതിൽ തുറന്നിരുന്നില്ല. തുടർന്നാണ് അവർ വിഭജികയുടെ ഭർത്താവ് നിതീഷിനെ ഫോൺ വിളിച്ചു വരുത്തുകയും വാതിൽ തുറന്നപ്പോൾ വിഭജികയും മകളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. ആ സമയത്ത് വിഭജികയുടെ മൃതദേഹം കാൽമുട്ടുകൾ തറയിൽ മുട്ടിയ നിലയിലായിരുന്നു. കുഞ്ഞിനെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയ ശേഷം വിഭജിക ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. എന്നാൽ വിഭജികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് പുറത്തുവിട്ടിട്ടുമില്ല. സംഭവത്തിന്റെ പിറ്റേന്ന് ഈ വിഭജികയുടെ ഫേസ്ബുക്കിന്റെ അക്കൗണ്ടിൽ ഒരു ആത്മഹത്യക്കുറിപ്പൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ്, അദ്ദേഹത്തിന്റെ പിതാവ് മോഹനൻ, സഹോദരി നീതു എന്നിവർ തന്നെ ശാരീരികമായും മാനസികമായും നിരന്തരം പീഡിപ്പിക്കുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും ഈ കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതോടെയാണ് വിഭജിക അനുഭവിച്ച കടുത്ത യാതനകൾ പുറംലോകം അറിഞ്ഞത്. ഒരു മനുഷ്യായുസിൽ അനുഭവിച്ചു തീർക്കാവുന്നതിനും അപ്പുറം ആ പെൺകുട്ടി അനുഭവിച്ചു തീർത്തിരിക്കുന്നു എന്നതിൽ സംശയമേയില്ല. എന്നിട്ടും ഭർത്താവിനെയും കുടുംബത്തെയും നിലനിർത്തുവാൻ ആ പെൺകുട്ടി ശ്രമിച്ചതിന്റെ കാരണം എന്താണ്? കാലങ്ങളെ നമ്മൾ തലമുറയിലേക്ക് പകർന്നു നൽകുന്ന അടിച്ചേൽപ്പിക്കുന്ന ചില മിഥ്യാധാരണകളല്ലേ ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടി വരും.
സ്ത്രീയും പുരുഷനും ഒത്തുചേർന്ന് ഒരു കുടുംബം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പുരുഷനുണ്ടാകുന്ന വൈകൃതങ്ങളും സ്വഭാവ വൈകല്യവും എല്ലാം സ്ത്രീ അനുഭവിച്ച് കുടുംബം നിലനിർത്തണമെന്ന് ആരാണ് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഒരു പുരുഷന്റെ വൈകൃതം സഹിക്കേണ്ടവളല്ല സ്ത്രീകൾ. പുരുഷനെ നന്നാക്കേണ്ടത് ഭാര്യയുടെ ചുമതലയുമല്ല. വിദ്യാഭ്യാസവും ജോലിയും സാമ്പത്തിക സുരക്ഷിതത്വം നേടിയിട്ടും പറ്റാത്ത ഇടങ്ങളിൽ നിന്ന് എന്നാണ് നമ്മുടെ പെൺകുട്ടികൾ തല ഉയർത്തി നടന്നു വരിക. മക്കളുടെ മരണശേഷം നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാൻ കാത്തു നിൽക്കാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കുവാൻ മക്കളെ പ്രാപ്തരാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ജീവനേക്കാൾ വലുതല്ല ഒരു ജീവിതമെന്ന് നമ്മുടെ കുട്ടികൾ എന്നാണ് തിരിച്ചറിയുക. മകളുടെ ഭർത്താവിന്റെയും വീട്ടുകാരുടെ നിരന്തര പീഡനമാണ് യുവതിയുടെയും കുഞ്ഞിന്റെ മരണത്തിനിടയാക്കിയതെന്ന വിഭജിക്കയുടെ അമ്മയുടെ പരാതിയിൽ കുണ്ടറ പോലീസ് കേസൊക്കെ എടുത്തിരുന്നു. നല്ല വിദ്യാഭ്യാസവും കാര്യക്ഷമതയുമുള്ള നിരവധി പെൺകുട്ടികളുടെ ജീവിതമാണ് ഇത്തരത്തിൽ കുടുംബങ്ങൾക്കുള്ളിൽ ഇല്ലാതാകുന്നത്. തന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന യാതൊന്നും സഹിച്ചുകൊണ്ട് എവിടെയും അതിജീവിക്കേണ്ടവരല്ല നമ്മുടെ പെൺമക്കളെന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. വിഭജിക്കയുടെ വീട്ടുകാർ മൃതദേഹത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചെങ്കിലും UAE നിയമപ്രകാരം കുഞ്ഞിന്റെ മൃതശരീരത്തിന്റെ അവകാശം അച്ഛനാണെന്നും ഭാര്യയുടെ മൃതശരീരത്തിന്റെ അവകാശം ഭർത്താവിനാണെന്നുമാണ് കോടതി പറഞ്ഞത്. സ്വന്തമായി ജോലിയുള്ള 200 പവൻ സ്വർണം സ്ത്രീധനമായി കൊടുത്ത വീട്ടുകാർ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയാൽ തന്നെ ആരും അംഗീകരിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാകാം ആ ജീവൻ വെടിഞ്ഞത്. മുൻപ് ഇതുപോലെ വിസ്മയ എന്ന പെൺകുട്ടി അവൾ ഭർത്തൃ വീട്ടിൽ ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ വിളിച്ചു പറഞ്ഞു കരയുന്ന ഓഡിയോയൊക്കെ പുറത്തു വന്നിരുന്നു. അന്നും ഇതുപോലുള്ള ചർച്ചകൾ ഒരുപാട് നടന്നു. പലർക്കും ഇനിയും നേരം വെളുത്തിട്ടില്ല. ഭർത്താവിന് ഭാര്യ എന്തും ചെയ്യാമെന്നും വിവാഹമോചനം നാണക്കേടും അത് കഴിഞ്ഞാൽ പെണ്ണിന് ജീവിതമില്ലെന്നുമുള്ള ചിന്താഗതി ഇനിയെങ്കിലും മാറണ്ടേ. താനും ഭർത്താവ് നിതീഷും തമ്മിൽ 1 വർഷത്തിലേറെയായി അകൽച്ചയിലായിരുന്നുവെന്നും ജീവിതത്തിലെ എല്ലാ സമ്മർദ്ദങ്ങളും താനാണ് സഹിക്കുന്നതെന്നും UAE ഒരു ബന്ധുവിന് അയച്ച സന്ദേശത്തിൽ വിഭജിക പറയുന്നുണ്ട്. വീട്ടുകാര്യങ്ങളും കുഞ്ഞിന്റെ കാര്യങ്ങളും താൻ ഒറ്റയ്ക്കാണ് നോക്കിയിരുന്നതെന്നും നിതീഷിന് സ്വന്തം കാര്യത്തിൽ മാത്രമേ താല്പര്യമുണ്ടായിരുന്നുള്ളൂ എന്നും വിഭജിക ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 1 വർഷത്തിനിടെ നിതീഷ് മകളെ 4-5 തവണ മാത്രമാണ് പുറത്തു കൊണ്ടുപോയതെന്നും അതും നാട്ടുകാരെ ബോധിപ്പിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നുവെന്നും അവർ ആരോപിച്ചു. എന്നാൽ നിതീഷ് സഹോദരിയോടും അവരുടെ കുട്ടിയോടുമൊപ്പം സന്തോഷത്തോടെ യാത്രകളൊക്കെ ചെയ്ത് ജീവിക്കുകയായിരുന്നുവെന്നും താനും മകളും ഇവിടെ ഉരുകി കഴിയുകയായിരുന്നുവെന്നും വിഭജികയുടെ വാക്കുകളിൽ വ്യക്തമാണ്. നിതീഷിന്റെ വാക്കുകൾ അങ്ങേയറ്റം മോശമായിരുന്നുവെന്നും അവർ പറയുന്നുണ്ട്. പണത്തോട് ഇത്രമാത്രം ആർത്തിയുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ലെന്നും സ്വന്തം ജീവിതത്തെ തകർക്കുന്നതിൽ വിഷമമുണ്ടെന്ന് വിഭജിക സന്ദേശത്തിൽ പറയുന്നു. ഭർത്താവും സഹോദരിയും മാതാവും ചേർന്ന് തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നുണ്ടെന്നും കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് പോലും മാറാത്തയാൾ ഇനി മാറുമെന്ന് പ്രതീക്ഷയില്ലെന്നും അവർ സന്ദേശത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. വിവാഹമോചനത്തിന് ഒട്ടും താല്പര്യമില്ലാതിരുന്ന വിഭജിക അങ്ങനെ ഉണ്ടായാൽ താൻ ജീവിച്ചിരിക്കില്ലെന്ന് അടുത്തവരോട് പലപ്പോഴായി പറഞ്ഞിരുന്നു. ഈ ചൊവ്വാഴ്ച രാവിലെ വിവാഹമോചന നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് വിഭജിക മാതാവ് ശൈലജയെ വിളിച്ച് സങ്കടം പറഞ്ഞിരുന്നു. അമ്മയുടെ നിർദ്ദേശപ്രകാരം ഒരു അഭിഭാഷകൻ വിഭജികയെ വിളിച്ച് സമാധാനിപ്പിക്കുകയും രാത്രി കൂടുതൽ സംസാരിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സംസാരത്തിന് മുൻപേ വിഭജികയും മകളും ജീവനൊടുക്കി. അന്ന് രാത്രി ഫ്ളാറ്റിലെത്തിയ വീട്ടുജോലിക്കാരിക്ക് വാതിൽ തുറക്കുവാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് നിതീഷിനെ വിവരമറിയിക്കുകയും അയാളെത്തി വാതിൽ തുറന്നപ്പോൾ ഇരുവരെയും തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. ഒരു കാര്യത്തിൽ നമുക്ക് വിഭജികയെ കുറ്റപ്പെടുത്താനാകില്ല. എന്നാൽ വിഭജിക MBA-കാരി ഇത്തരം വിദ്യാഭ്യാസം ജോലിയുമുള്ള യുവതിയുടെ ഒരു ഫോൺ കോൾ മതിയായിരുന്നു ഷാർജ പോലീസിലേക്ക്. നിതീഷും അവന്റെ അച്ഛൻ മോഹനനും നിതീഷിന്റെ സഹോദരൻ നീതുവും അവന്റെ കാമുകിമാരും ജയിലിലാകുവാൻ. ആത്മഹത്യക്കുറിപ്പിലൊക്കെ ഇവരുടെ പേരുകളൊക്കെ വ്യക്തമാണ്. ഭർത്താവിനെ അത്രയധികം സ്നേഹിച്ചതുകൊണ്ടായിരിക്കാം വിഭജിക ഒരുപക്ഷെ അത് ചെയ്യാതിരുന്നത്. വിഭജികയുടെ മാതാപിതാക്കൾ 200 പവൻ സ്വർണവും വില കൂടിയ കാറും മറ്റുമൊക്കെ കൊടുത്താണ് നിതീഷിന് മകളെ വിവാഹം കഴിച്ചു കൊടുത്തത് പോലും. എന്നിട്ട് ഏറ്റവും ഒടുവിൽ സ്വന്തം കുഞ്ഞിനെ ദുബായിൽ അന്ത്യകർമ്മങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചുള്ള സംസ്കരിക്കാനുള്ള ചടങ്ങുകളൊക്കെയാണ് ഇനി നടക്കാനിരിക്കുന്നത്. ആർക്ക് എന്ത് നീതി കിട്ടി എന്നത് ഇവിടെ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.